തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രണയബന്ധത്തെ തുടർന്ന് ഗർഭിണിയായ രഹസ്യം നാട്ടുകാരും വീട്ടുകാരും അറിയാതിരിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാണ് അനിഷ നടന്നിരുന്നതെന്ന് പോലീസ്. 2020 സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ബവിനുമായി അനിഷ പ്രണയത്തിലാവുന്നത്. തുടർന്നാണ് 2021 ആദ്യ ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നത്. നൂൽവള്ളിയിലെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച് പ്രസവിച്ച കുഞ്ഞ് പൊക്കിൾ കൂടി കഴുത്തിൽ ചുറ്റിയതിനെ തുടർന്ന് മരിച്ചിരുന്നതായി അനീഷ പോലീസിനോട് പറഞ്ഞു. ഈ കുട്ടിയെ അനീഷ വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചിടുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതാണെന്ന് ഇവർ കുറ്റസമ്മതം നടത്തി. 8 മാസത്തിന് ശേഷം കുട്ടിയുടെ അസ്ഥി ബവിന് കൈമാറിയിരുന്നു. അനീഷ ആദ്യം ഗർഭിണിയായിരുന്നതും മരിച്ച കുഞ്ഞിനെ വീടിനോട് ചേർന്ന് പറമ്പിൽ കുഴിച്ചിട്ടതും സംബന്ധിച്ച് സമീപവാസികൾക്ക് സംശയമുള്ളതായി ഇവർ കരുതിയിരുന്നു. അനീഷ വീടിന്റെ പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടതായി അയൽവാസി ഗിരിജ വെളിപ്പെടുത്തിയിരുന്നു. ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നത് കണ്ടിരുന്നു. തന്നെ കണ്ടതും അനീഷ വീട്ടിലേക്ക് കയറിപ്പോയെന്നും ഗിരിജ പറഞ്ഞു. ആദ്യ കുട്ടിയെ മറവ് ചെയ്ത സംഭവമാകാം ഇതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പിന്നീട് സംഭവത്തിൽ അന്വേഷണമോ സംശയമോ ഉണ്ടായാൽ തെളിവില്ലാതെ ഇരിക്കാനാണ് മൃതദേഹം കുഴിച്ചെടുത്തു നിന്ന് അസ്ഥിയെടുത്ത് ഭവിനെ ഏൽപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഭവിൻ സംഭവം ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്ന സൂചനയും അനീഷയെ അലട്ടിയിരുന്നു. എന്നാൽ ഭവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരം മരിച്ച കുഞ്ഞുങ്ങളെ അസ്ഥി കടലിൽ നിമജ്ജനം ചെയ്യാൻ വാങ്ങിയെന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ എപ്പോഴെങ്കിലും പിരിയേണ്ട ഘട്ടമുണ്ടായാൽ ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്ന് ഭവിൻ കരുതിയിരുന്നതുകൊണ്ടാണ് അസ്ഥി സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.